നമസ്കാരം. 7 പതിറ്റാണ്ടിനിടെ ആദ്യമായി ത്രിപുരയിൽ BJPക്കെതിരെ ഇടത് കോൺഗ്രസ് യോജിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ ഒരുങ്ങുകയാണ്. ത്രിപുരയുടെ ഏകദേശം 72 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഈ ഇടത് പാർട്ടികളും കോൺഗ്രസും തമ്മിൽ ചേർന്നുകൊണ്ട് BJPയെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പരമ്പരാഗത എതിരാളികളും ഭരണകക്ഷിക്കെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. ത്രിപുര വെസ്റ്റ് ലോക്സഭാ സീറ്റിൽ BJP നോമിനിയും മുൻ ത്രിപുരയുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബിപ്ലവ് കുമാറും ഇന്ത്യൻ ബ്ലോക്കിൻ്റെ പൊതുസ്ഥാനാർത്ഥിയായിട്ടുള്ള സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ആശിഷ് കുമാർ സഹായും തമ്മിലായിരുന്നു അന്ന് പ്രധാനമായിട്ടുള്ള മത്സരം നടന്നത് ത്രിപുര വെസ്റ്റിൽ. വാസ്തവത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് സാഹയും ഒപ്പം തന്നെ സിറ്റിംഗ് കോൺഗ്രസിൻ്റെ MLAയുമായിട്ടുള്ള ഈ സുദീപ് റോയ് ബർമൻ 2018 മാർച്ചിൽ പാർട്ടി ടിക്കറ്റിൽ ഈ സംസ്ഥാന അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് 2022 ഫെബ്രുവരിയിൽ BJP വിട്ടുപോകുന്നൊരു അവസ്ഥ ഉണ്ടായി. 25 വർഷത്തിന് ശേഷം CPIM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് വളരെ വലിയ തോൽവി, അതായത് നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി BJP ത്രിപുരയിൽ ആദ്യമായിട്ട് അധികാരത്തിലെത്തുന്ന ഒരു കാഴ്ചയ്ക്ക് വേദിയാവുകയായിരുന്നു. അതും ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാഹയും ബർമനും ഈ BJPക്കെതിരെ കോൺഗ്രസ് നോമിനികളായി മത്സരിച്ചെങ്കിൽ കൂടിയും മുൻപിലുണ്ടായിരുന്നവരുടെ സീറ്റ്, ആ മുൻ സീറ്റ് നിലനിർത്തിയെങ്കിൽ കൂടിയും വിജയിക്കാനായില്ല എന്നുള്ളതാണ്. BJPയുടെ കേന്ദ്ര നേതാക്കളുടെ നിർദ്ദേശപ്രകാരം 2022 മെയ് മാസം 14 മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടുള്ള ബിപ്ലവ് കുമാർ ദേബ് നീണ്ട ആഭ്യന്തര കലഹത്തിന് ശേഷം 2019 മെയ് മാസത്തിൽ ബർമനെ തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ആ നീക്കം ചെയ്തതിനു ശേഷമാണ് BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ത്രിപുരയിൽ അങ്ങനെ വാണരുളുന്ന ഒരു കാലഘട്ടത്തിലാണ് തിരിച്ചുവരവൊരിക്കലും സാധ്യമല്ല എന്ന് CPMനും ഒപ്പം തന്നെ കോൺഗ്രസിനും മനസ്സിലാകുന്നത്. ഇതേ അവസ്ഥയാണ് പശ്ചിമ ബംഗാളിലുണ്ടായത്. നീണ്ട 35 വർഷത്തെ നിരന്തരമായിട്ടുള്ള ഭരണം, ആ ഭരണത്തിന് ശേഷം അവിടുത്തെ പൊറുതിമുട്ടിയ ജനങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. ഇവിടെ CPM ഇനി ഭരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വരുന്നതും മമതാ ബാനർജി മുഖ്യമന്ത്രിയാവുന്നതും. ആ മമതാ ബാനർജിയുടെ ഭരണം ഇങ്ങനെ തുടർഭരണമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അവിടുത്തെ CPMൻ്റെ പാർട്ടി കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി ആൾക്കാർ തന്നെ, അത്തരത്തിലുള്ള സഖാക്കൾ തന്നെ, അണികൾ തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം പശ്ചിമ ബംഗാളിലുണ്ടായി. ഇതേ അവസ്ഥയാണ് കഴിഞ്ഞ 7 വർഷത്തിന് മുമ്പ് ഈ ബിപ്ലവ് കുമാർ ദേബ് എന്ന് പറയപ്പെടുന്ന BJPയുടെ നേതാവ് BJPയുടെ മുഖ്യമന്ത്രിയായി ത്രിപുരയിൽ അധികാരത്തിലെത്തുമ്പോൾ സംഭവിച്ചത്. അതിനുശേഷം കാലം ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോഴും തിരികെ എത്തുവാനുള്ള കഴിവോ കരുത്തോ CPIM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി, അവരുടെ ആജീവനാന്ത ശത്രു എന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചിരുന്ന കോൺഗ്രസുമായി കൂട്ടുചേർന്നുകൊണ്ട് BJPക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി ഒന്നിച്ചു മത്സരിച്ച് വിജയിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ത്രിപുരയിൽ കോൺഗ്രസും ഇടതു സഖ്യവും. അങ്ങനെ CPIMും കോൺഗ്രസും ചേർന്ന് നിന്നുകൊണ്ട് BJPയെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. ഇനി ഈ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ചെങ്കൊടിയില്ലാത്ത ഒരവസ്ഥ ഉണ്ടായ ഈ സാഹചര്യത്തിൽ ഇനി ആകെ ഉള്ളത് കേരളത്തിലെ ചെങ്കൊടി മാത്രമാണ്. കേരളത്തിൽ പിണറായി വിജയൻ്റെ അണികളും ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യാത്ര, ആ ഒരു തുടർ യാത്രയിലേക്ക് എത്തുവാൻ പക്ഷേ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ തകർക്കുവാനും ഇവരുടെ ഈ കൂട്ടുകെട്ടിന് കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ശാപമായിരുന്ന, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളായിരുന്നവർ ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്കെതിരെ പോരാടാൻ നടത്തുന്ന ഈ ഒരു ശ്രമമുണ്ടല്ലോ, ആ ഒരു ശ്രമം എന്ന് പറയപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസും CPMും ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ കോൺഗ്രസും CPMും ആജീവനാന്ത ശത്രുക്കളായിരുന്നവർ ഒന്നിച്ചു നിന്നുകൊണ്ട് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഇനി അതുമാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് ത്രിപുരയിലോ പശ്ചിമ ബംഗാളിലോ അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള കേരളത്തിലെങ്കിലും ഈ ചെങ്കൊടി ഉയരണമെന്ന് അവിടുത്തെ സഖാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ
ഈ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് അവർ ആഗ്രഹിച്ചാൽ അത് തെറ്റ് പറയാൻ കഴിയില്ല. വരും ദിനങ്ങളിൽ ഇവിടെ ആർക്ക് വോട്ട് ചെയ്താലും, അത് കോൺഗ്രസിനാണെങ്കിലും കമ്മ്യൂണിസ്റ്റിനാണെങ്കിലും വോട്ട് ചെയ്താലും കേന്ദ്രത്തിലെത്തുമ്പോൾ അവർ ഒന്നാണ് എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നതിന് ഇത് തന്നെ ധാരാളമാണ്. കാരണം 7 പതിറ്റാണ്ടിനിടെ ആദ്യമായിട്ട് ത്രിപുരയിൽ കോൺഗ്രസും CPM-ഉം ചേർന്നതുകൊണ്ട് ഒറ്റക്കക്ഷിയായി BJP-ക്കെതിരെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ രാജ്യത്ത് മുഴുവൻ കോൺഗ്രസും CPM-ഉം ഒറ്റക്കെട്ടാണ്. അവരിൽ ആര് ജയിച്ചിരുന്നാലും അത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിയിൽ തന്നെയാണ് നിൽക്കപ്പെടുന്നത്. അതൊരിക്കലും രാജ്യത്തിന് ഗുണം ചെയ്യുന്ന തരത്തിലാവില്ല എന്നുള്ള BJP-യുടെ വാദങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.